പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവയെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവർക്ക് പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ ശങ്കയും ദൈവത്തെ ഭയമില്ലാത്ത ഒരു ന്യായാധിപതിയായി ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിധവയെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ തന്നെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മോചനം ലഭിക്കാൻ, തനിക്ക് രക്ഷപ്പെടൽ ലഭിക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ ന്യായാധിപന്റെ അടുത്ത് ചെന്നിട്ട് ഈ വിധവ തനിക്ക് തൻ്റെ പ്രശ്നങ്ങളെ പറയുമ്പോൾ ന്യായാധിപതി എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. അല്ലെങ്കിൽ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, എന്നാൽ എന്ത് ചെയ്യുന്നില്ല? ഈ ന്യായാധിപതി എന്ത് ചെയ്യുന്നില്ല? അവളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകി കൊടുക്കുന്നു. അതിനുവേണ്ടി അവൻ മനസ്സ് വെക്കുന്നില്ല. അവൻ അതിന് എന്ത് ചെയ്യുന്നില്ല? അവൻ അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നില്ല. അല്ലെങ്കിൽ ഇവരൊരു വിധവയായ സ്ത്രീയാണ്, ഇവർക്ക് ആശ്രയിക്കാൻ ഭർത്താവില്ലെന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? അവൾക്ക് വേണ്ടതായ പരിഹാരങ്ങളെ ആ ന്യായം നടത്തി കൊടുക്കുന്നവൻ, പട്ടണത്തിന്റെ ന്യായാധിപതിയാക്കിയിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നില്ല? ഈ സ്ത്രീയുടെ, ഈ വിധവയായ സ്ത്രീയുടെ വേദന കാണുന്നില്ല. അവിടെ കണ്ണുനീരിന് എന്ത് ചെയ്യുന്നില്ല? മറുപടി നൽകി കൊടുക്കുന്നില്ല. അല്ല, എന്താണ് അവൾക്ക് ആവശ്യമെന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ന്യായാധിപതി എന്ത് ചെയ്യുന്നില്ല? തിരക്കുന്നില്ല. അതിനെക്കുറിച്ച് യാതൊരു അന്വേഷണം ഇല്ലാതിരിക്കുമ്പോൾ കുറേ നാളത്തേക്ക് എന്ത് ചെയ്തു? വിധവ അസഹ്യപ്പെടുന്നത് കണ്ട് എന്ത് പറയുകയാണ്? ന്യായാധിപതി തീരുമാനമെടുക്കുകയാണ്. എന്ത് ചെയ്യുക? ഞാൻ എന്ത് ചെയ്യുക? അവൾക്ക് പരിഹാരം നടത്തി കൊടുക്കും. ന്യായാധിപതി പറയുകയാണ്, എല്ലാ ദിവസവും ഇവിടെ എന്നോട് പറയുമ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്ത് കേട്ടില്ലെങ്കിൽ ഇനി അവൾ വന്ന് എന്ത് ചെയ്യും? എൻ്റെ മുഖത്തടിക്കുക. എന്ന് വെച്ചാൽ അവൾ വന്നിനി എന്നെ എന്ത് ചെയ്യും? ചീത്ത പറയും. അല്ലെങ്കിൽ എനിക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ എന്ത് ചെയ്യും? കുനിഞ്ഞു പോകുവാനിടയാം. അവൻ്റെ വില അവിടെ നഷ്ടപ്പെടുവാനിടയാം. അപ്പോൾ ന്യായം നടത്തി കൊടുക്കുന്നവനാണ് മനുഷ്യരുടെ ന്യായം നടത്തി കൊടുക്കുന്നവൻ. ന്യായം നടത്തി കൊടുക്കാതിരിക്കുമ്പോൾ ഒരു വിധവയായ സ്ത്രീയുടെ വേദന, അവിടെ രോദനം, അവിടെ കണ്ണുനീരാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൾക്ക് ന്യായം നടത്തി കൊടുക്കേണ്ടവൻ തനിക്ക് നേരെ മുഖം തിരിക്കുകയാണ്. എന്നാൽ കുറേ നാൾ കഴിഞ്ഞ ശേഷം ഈ ന്യായാധിപതിക്ക് മനസ്സിലായി, ഇനി ഞാൻ എന്ത് ചെയ്ത കൂടാ? ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇവക്ക് ന്യായം നടത്തി കൊടുക്കണം. മനുഷ്യനെ ഭയം, ദൈവത്തെ ശങ്കയില്ലാത്ത മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? ഇനിയെങ്കിലും ഞാൻ ഇവിടെ ഇത്രയും നാൾ വന്ന് പറയുകയല്ലേ, അതുകൊണ്ട് ഇനിയുമെങ്കിലും ഞാൻ അവൾക്ക് ഒരു പരിഹാരം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? ആ ന്യായാധിപതി അവൾക്ക് എന്ത് ചെയ്യുക? പരിഹാരം നടത്തി കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. നോക്കുക, ഇത് ഒരു പ്രാർത്ഥനയാണ് കാണിക്കുന്നത്. നോക്കുക, ഇവിടെ പറയുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ, ദൈവവചനത്തിനെ അനുസരിക്കുന്നവർ, ഇവിടെ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞു കേട്ടോ. വ്രതന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്തവർ എന്ത് ചെയ്യുക? വിളിച്ചാൽ ദൈവം എന്ത് ചെയ്യും? അല്പം താമസിച്ചെന്ന് തോന്നിയാലും ദൈവം വേഗത്തിൽ പ്രതിക്രിയ നൽകി രക്ഷിക്കും. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചും നമുക്ക് ഈ സ്ത്രീ എന്ത് ചെയ്യും? ദിനംതോറും അവൾ ന്യായാധിപന്റെ അടുത്ത് പോയി പറഞ്ഞു. അവളുടെ ആ വിഷയത്തിന് കിട്ടുമ്പോൾ അവൻ എന്ത് ചെയ്തു? അവളെ സ്ഥിരതയോടെ അത് ചെയ്തുകൊണ്ടിരുന്നു. നോക്ക് പ്രിയരെ, ഇതെന്ത് ചെയ്യുക? ഒരു പ്രാർത്ഥനയെക്കുറിച്ച് കാണിക്കുന്ന ഒരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾ നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഏത് വിഷയമാണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യുക? സ്ഥിരതയോടെ, പ്രാർത്ഥനയോടെ എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട്. ഇവൾക്ക് നമുക്ക് ഈ വിധവയായ സ്ത്രീയുടെ മറുപടിക്ക്, അല്ലെങ്കിൽ അവള് ഈ ന്യായാധിപന്റെ അടുത്ത് വന്ന് അവൾ ഇത് പറയുമ്പോൾ അവൾക്ക് അതിന് മറുപടി കിട്ടുന്നില്ലെന്ന് കരുതി അവൾ എന്ത് ചെയ്തില്ല? പിന്മാറിപ്പോയില്ല. അവൾ പിന്മാറിപ്പോകാതെ അവൾക്ക് മറുപടി കിട്ടും വരെ എന്ത് ചെയ്തു? അവൾ അത് ചെയ്തുകൊണ്ടേയിരുന്നു.
എന്നെ പ്രതിക്രിയ എനിക്ക് ഒരു പ്രതിയോഗിയുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് വിടുതൽ വേണമെന്ന് ഉറച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്തു? വിശ്വാസത്തോടെ എപ്പോഴെങ്കിലും എന്ത് ചെയ്യുക, എൻ്റെ ഈ വിഷയത്തിന് മറുപടി കിട്ടും, ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഇതിനു വേണ്ടി തന്നെ എന്ത് ചെയ്യുക, ഇറങ്ങി തിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, എനിക്ക് എപ്പോഴെങ്കിലും എന്ത് ചെയ്യുക, ഇതിനൊരു വിഷയത്തിനൊരു മറുപടി ഉണ്ട്. എപ്പോഴാണോ ഈ ന്യായാധിപയുടെ മനസ്സ് മാറുക എന്നറിയില്ല, അപ്പോൾ എന്ത് ചെയ്യുക, എനിക്ക് ഈ വിഷയത്തിന് മറുപടി ഉണ്ട് എന്ന് അവൾ ഉറച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്യുക, സ്ഥിരതയോടെ വിധവ ന്യായാധിപതിയുടെ അടുത്ത് ചെന്നു. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ അനേക വിഷയങ്ങളുണ്ട് അല്ലേ? പക്ഷെ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥനയും നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലണം. ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അപ്പം മറുപടി കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യാം, അതിനെന്തിനും ഒരു മറുപടി ഉണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരതയോടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുവാനിടയും. ഇവിടെ പറയുക രാപ്പകൽ, ഇവിടെ ഈ സ്ത്രീ ചെയ്തത് അവൾ സ്ഥിരമായിട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ രാപ്പകൽ, രാവും പകലും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ആ വിഷയത്തിന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഇടതിടവില്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക, ദൈവം ആ വിഷയത്തിന് മേൽ ഇടപെടുക തന്നെ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും? പ്രതിക്രിയ നൽകി എന്ത് ചെയ്യുക, വിടുവിക്കും. അതേ, നിങ്ങൾക്ക് വേഗത്തിൽ എന്ത് ചെയ്യുക, പ്രതിക്രിയ നൽകി വിടുവിക്കും. ഇവിടെ പറയുകയാണ്, രാവും പകലും തന്നോട് നിലവിളിക്കുന്ന, താൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി നീതി നടപ്പാക്കി കൊടുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച വൃതന്മാർക്ക് ദൈവം നീതി നടപ്പാക്കി കൊടുക്കും. അവരുടെ വിഷയം ദൈവം മാറ്റി വെക്കത്തില്ല. അവരുടെ വിഷയം ദൈവം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മക്കൾക്ക്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മക്കളുടെ വിഷയം, ഹല്ലേലൂയ, ദൈവം നടത്തി കൊടുത്തിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, മറ്റു വ്യക്തികൾക്ക് പോലും ദൈവം പരിഗണന കൊടുക്കത്തുള്ളൂ. നമ്മൾ കേട്ടില്ല, ചില വ്യക്തികളെ ദൈവം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് കർത്താവിന് സ്നേഹമില്ലെന്നല്ല, എന്നാൽ ചില വ്യക്തികൾ കർത്താവിന് പ്രിയപ്പെട്ടവരാണ്. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം നടത്തി കൊടുക്കും. കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് പറയില്ലേ, കർത്താവിന് ചിലരെന്ത് പ്രിയപ്പെട്ടവരാണ്. ആ പ്രിയപ്പെട്ടവർ രാവും പകലും തന്നോട് നിലവിളിച്ചാൽ, ദൈവത്തോട് കർത്താവിനോട് നിലവിളിച്ചാൽ ദൈവം എന്ത് ചെയ്യും? ഹല്ലേലൂയ, നീതി നടപ്പാക്കി കൊടുക്കും. എന്ത് ചെയ്തില്ല? അവരുടെ വിഷയത്തിന്മേൽ ദൈവം മാറ്റിവെക്കത്തില്ല. ദൈവം തൻ്റെ മക്കളോട് നിരന്തരമായ പ്രാർത്ഥന കേൾക്കും. കേൾക്കുക മാത്രമല്ല, അതിന് മറുപടികളെ തരുന്ന സ്നേഹസ്വരൂപനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കണം. അത് മാത്രമല്ല, ദാവീദ് പറയുന്നു, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ സങ്കടം ഞാൻ ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കാൻ ഇന്ന സമയമില്ല, ഏത് നേരത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാം. ഇന്ന നേരമെന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏത് സമയത്ത് വേണമെങ്കിലും ദൈവത്തിന് പ്രാർത്ഥിക്കാം. ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും മറുപടികളെ തരുന്ന ദൈവം നിങ്ങൾക്ക് തക്ക സമയത്ത് മറുപടി നൽകും. അതുകൊണ്ട് നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, നിങ്ങൾ ഹല്ലേലൂയ അനേക നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും, തലമുറ വിഷയമായിരിക്കാം, നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അതിൽ വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തെടുക്കും. ഹല്ലേലൂയ. ആയതിനാൽ വചനങ്ങളാൽ ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ. ആമേൻ.